ഒരു കാലത്ത് മലയാള സിനിമയിലെ മിന്നും താരമായിരുന്നു റോമ. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ദിലീപ് തുടങ്ങിയവർക്കെല്ലാം ഒപ്പം റോമ അഭിനയിച്ചു. ചോക്ലേറ്റ്, ലോലിപോപ്പ് തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളിലെ നായികയായിരുന്നു റോമ. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നോട്ട്ബുക്കിലൂടെ ആയിരുന്നു റോമയുടെ തുടക്കം. ഈ സിനിമയിലൂടെ തന്നെയാണ് പാർവതി തിരുവോത്തും അരങ്ങേറിയത്. റോമയുടെ അച്ഛനും അമ്മയും സിന്ധികളാണ്. തമിഴ്നാട്ടിലായിരുന്നു റോമയുടെ ജനനം. ജ്വല്ലറി ബിസിനസ് രംഗത്തിലായിരുന്നു റോമയുടെ കുടുംബം. മലയാളത്തിൽ ഒരുപിടി ഹിറ്റുകൾ സമ്മാനിച്ച ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു റോമ. ഇതിനിടെ ഇപ്പോഴിതാ റോമയെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് ചർച്ചയാവുകയാണ്. റോമ ഇപ്പോൾ എവിടെയാണ്? എന്തുകൊണ്ടാണ് റോമ ഇടവേള എടുത്തത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഇടക്കാലത്ത് വെള്ളേപ്പം എന്ന ചിത്രത്തിലൂടെ റോമ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ സിനിമ നിന്നുപോവുകയായിരുന്നു. ഇതോടെ താരത്തിൻ്റെ തിരിച്ചുവരവ് സാധ്യമായില്ല. ഇതിനെല്ലാം ശേഷമാണ് സോഷ്യൽ മീഡിയ റോമയെ തേടി ഇറങ്ങിയിരിക്കുന്നത്. സിനിമാ പ്രേമികളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് റോമയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ചർച്ചയായി മാറിയിരിക്കുന്നത്. ആശിഷ് എന്ന ആരാധകൻ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാവുന്നത്. ചെറിയ കാലയളവിൽ അത്യാവശ്യം നല്ലൊരു തരംഗം തന്നെ ഉണ്ടാക്കിയ നടിയാണ് റോമ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റർടൈൻമെൻറ്റ് സിനിമകളിൽ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന നായിക എന്ന നിലയിൽ റോമ 100% വിജയമായിരുന്നു. റോമയോട് ക്രഷ് ഉണ്ടെന്ന് പറയുന്ന, റോമയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ ആ കാലയളവിൽ കണ്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ കാതലായ ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിച്ച, സിനിമയിൽ വളരെ പക്വതയുള്ള ഒരു വേഷം റോമ ചെയ്തെങ്കിലും ഇതേ മാറ്റത്തിൻ്റെ കാലഘട്ടം പതിയെ റോമയെ മറക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇന്ന് റോമയെക്കുറിച്ച് സംസാരിക്കുന്നവരെയൊന്നും അങ്ങനെ കാണാനില്ല. ഇന്ന് റോമ ആർക്കും ക്രഷുമല്ല. ഇടയ്ക്കൊരു തിരിച്ചുവരവിന് ശ്രമിച്ച ജയറാം ചിത്രം വലിയ പരാജയമായി. നമസ്തേ ബാലി എന്ന പേരിൽ ചെയ്ത ചിത്രവും ആരും അറിയാതെ പോയി. റോമയുടെ തിരിച്ചുവരവ് എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്തു തുടങ്ങിയ ഒരു സിനിമ റിലീസാവാതെ കിടപ്പുണ്ട് എന്നാണ് അറിവ്. ഏതായാലും തിരിച്ചു വന്നാലും ഇല്ലേലും റോമയെ ഓർക്കാൻ ചെറുതെങ്കിലും ആ ഒരു കാലഘട്ടം തന്നെ ധാരാളം. തിരിച്ചുവരവ് സാധ്യമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത്. റോമയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും ചിലർ കമൻറ്റുകളിലൂടെ പറയുന്നുണ്ട്. ഇവർക്ക് ജ്വല്ലറി ആൻഡ് ഡയമണ്ട് ബിസിനസ് ഒക്കെയാണ്. ദുബായ് വെച്ച് അവരുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊമോഷൻ പ്രോജക്റ്റ് ഡിസ്കഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നായിരുന്നു ഒരാളുടെ പ്രതികരണം. പിന്നാലെ ധാരാളം പേർ കമൻറ്റുകളുമായി എത്തി. സിന്ധി കുടുംബമാണ്, പാരമ്പര്യമായി ഡയമണ്ട് വ്യാപാരം, ദക്ഷിണാഫ്രിക്കയിലും കർണാടകയിലും വജ്രഖനികളും ഉണ്ട് എന്ന് മറ്റൊരാൾ പറയുന്നു. ഇനി തിരിച്ചുവരവൊന്നും നടക്കില്ല. പണ്ട് ടോപ്പ് നായികയായി തിളങ്ങിയിരുന്നു. നോട്ട്ബുക്ക്, ചോക്ലേറ്റ്, മിന്നാമിന്നി കൂട്ടം, ലോലിപോപ്പ്, ഉത്തരാ സ്വയംവരം, ജൂലൈ 4, ഷേക്സ്പിയർ MA മലയാളം. ഇന്നലെ മാരിയനിലെ പാർവതിയിലെ ഒരു സോങ് സീക്വൻസ് കണ്ടപ്പോൾ റോമയെ ഓർത്തു. ഒരുമിച്ച് വന്നതായിരുന്നല്ലോ രണ്ടുപേരും. അഭിനയം 7 അകലത്ത് പോലുമില്ല. സിനിമയിൽ അഭിനയിക്കുക എന്നത് അവർക്ക് ഒരു ടൈം പാസ് പോലെയാണ് എന്നാണ് അവർ അഭിനയിച്ച പല കഥാപാത്രങ്ങളും കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം റിച്ച് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. പ്രമുഖ മലയാള സിനിമാ നായികമാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. റോമയോട് ശരിക്കും ക്രഷ് തോന്നിയിട്ടുണ്ട്. ലോലിപോപ്പ്, ചോക്ലേറ്റ്, ജൂലൈ 4 തുടങ്ങിയ ചിത്രങ്ങൾ കണ്ടപ്പോൾ. ജയറാമിൻ്റെ സത്യ എന്ന ചിത്രത്തിലെ നൃത്തരംഗം കണ്ടപ്പോൾ ഇഷ്ടം കൂടി എന്നിങ്ങനെയാണ് കമൻറ്റുകൾ.